അതുപോലെ തന്നെയാണ്. ഏതായാലും നമ്മൾ ഈ ലോകകപ്പിൽ പല കാഴ്ചകളുണ്ട്, പല മത്സരങ്ങളിൽ പല ഗോളുകൾ ഇപ്പോഴും നമുക്ക് ഓർത്തെടുക്കാം. അത് ഓരോ ലോകകപ്പ് സംഭവിക്കുമ്പോഴും ഉണ്ടാവാറില്ല. എങ്കിൽ പോലും ഇതിൽ മലയാളികൾ നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ ഫ്ലക്സുകളൊക്കെ ഹിറ്റായി. ഇത്തവണ അതിന്റെ ഒരു മത്സരമായിരുന്നു, ഉയരത്തിലല്ല നീളത്തിൽ വരെ ഫ്ലക്സുകളായിരുന്നു എന്ന് പറയണം. അതുപോലെ ഹിറ്റായ ഒരു പാട്ടുണ്ട്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് അങ്ങ് എവിടെയാ പറയാ, അർജന്റീനയിലെത്തിയ പാട്ട്. അർജന്റീന അർജന്റീന വളരെ ധൈര്യമുണ്ട്. അതായത് ഈ സുഖമോദേവി എന്നുള്ള മലയാള ഗാനത്തെ കുറിച്ചൊരു കാര്യമുണ്ട്. അതായത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പല്ലവി ഇത് അത് ഫുള്ള് 2 വാക്കുകളിൽ ഗംഭീര കഴിവാണ്, നമ്മൾ സമ്മതിച്ചു കൊടുത്തത്. കാരണം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഗംഭീരമായിട്ട് പാടുന്നു, നമുക്കത് ഏറ്റു പാടാൻ തന്നെ കിട്ടില്ല. ആദ്യം നമ്മൾ കളിയാക്കി, ആദ്യം പലരും കളിയാക്കി, പക്ഷെ ഇപ്പോ ഏറ്റു പാടാതെ വേറെ രക്ഷയില്ല. അത് ക്വാളിറ്റിയുള്ള പാട്ട് തന്നെയാണ്. അതിലൊരു സാധാരണക്കാരനായ ഒരാളാണ്. അതെ, അദ്ദേഹം വെറുതെ ചിലപ്പോൾ മൂളിയതായിരിക്കാം. ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റേഴ്സ്, വേൾഡ് കപ്പ് സംപ്രേഷണം ചെയ്യുന്ന ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ പരസ്യത്തിൽ ഈ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാസർഗോഡ് കല്ലക്കട്ട പാമ്പച്ചിക്കടവിലെ മനോജ് ചേട്ടനാണ്, ബി മനോജ്, നമ്മുടെ വൈറൽ ഗായകനാണ്. ഈ ഫൈനൽ ദിവസത്തിൽ എനിക്ക് മറ്റൊരു അതിഥിയില്ല, ഒരു ചോയ്സ് ഇല്ല. ആദ്യത്തെ അതിഥി മനോജ് ചേട്ടനാണ്. വെൽക്കം മനോജ് ചേട്ടാ. ഗംഭീരം. അപ്പോൾ കൺഗ്രാറ്റ്സ്. എങ്ങനെയുണ്ട്? വലിയ സെലിബ്രിറ്റി ആയി, മെസ്സിയോളം പോകുന്ന സെലിബ്രിറ്റി എന്ന് വിളിക്കാം മനോജ് ചേട്ടാ. എല്ലാരും ഇപ്പൊ നല്ല എൻ്റെ പാട്ട് മൊത്തം എവിടെ പോയാലും ഇതന്നെ കുട്ടികളെല്ലാം പാടുന്ന വളരെയേറെ സന്തോഷമുണ്ടാക്കി. ഞാൻ ഒരു കടുത്ത അർജന്റീന ആരാധകൻ, എൻ്റെ ഒരു സുഹൃത്തിന്റെ റിംഗ് ടോൺ താങ്കളുടെ പാട്ടാണ്. അപ്പോൾ അത്രയും ഹിറ്റാണ് കേട്ടോ. ഇപ്പോ കോൾസ് ഒക്കെ വരാറുണ്ടോ? ആൾക്കാർ വിളിക്കാറുണ്ടോ? ഇഷ്ടം പോലെ ഇപ്പൊ കുറെ കോള് എടുക്കാനേ പറ്റുന്നില്ല, അത്രയും വിളി തന്നെ, മെസ്സേജും കോളും എല്ലാം ആയിട്ട്. ആരുടെ ഇപ്പൊ പരിചയം ഉണ്ടായാൽ തന്നെ ഇപ്പൊ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടുണ്ട്. ഈ അർജന്റീനയുടെ ഫാനാണോ കുറെ കാലമായിട്ട്? അർജന്റീന പാട്ട് ആയ ശേഷം ഇപ്പൊ അർജന്റീനയുടെ ഫാനായിട്ട് മാറി. അത് ശരി, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആദ്യം അല്ലേ? ഇപ്പോൾ ഇനിയിപ്പോ നമ്മ ഇത് പാട്ടിപ്പോ എന്തെന്ന് അറിയില്ല, എൻ്റെ മനസ്സിനൊരു ആവേശം പോലെ തോന്നി. ആ പാട്ടിൽ തന്നെ ഞാൻ തന്നെ ഇപ്പോ എന്നെ ഇത്രയും ലോകമെമ്പാട് അറിയിച്ചത് മെസ്സിന്റെ ഒരു പാട്ടിലാണ്. അപ്പൊ ഞാൻ എന്തായാലും അതിലേക്ക് മാറി. ആണല്ലേ, മെസ്സിയോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യമുള്ളതേ, ഇതിനു മുൻപ് ഏത് ടീമായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നോ? ഫുട്ബോളൊക്കെ കളിക്കാറുണ്ടോ? ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫുട്ബോൾ. അല്ല, ഈ പാട്ട്, ഇങ്ങനൊരു പാട്ട് പാടാനും ഇങ്ങനൊരു സാധനം ഇറക്കി വിടാനും തോന്നാൻ കാരണം എങ്ങനെ ഇങ്ങനൊരു ഐഡിയ മനസ്സിൽ വന്നത് മനോജ് ചേട്ടന്? ഞാൻ മുമ്പ് ഇങ്ങനെ പാരഡി ആയിട്ട് പല പാട്ട് പാടിക്കൊണ്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അർജന്റീന സ്പോട്ടിൽ വന്നു, അത് പാടി സ്പോട്ടിൽ വിട്ടു. അത് 1 മിനിറ്റ് കൂടുതലുണ്ടായിരുന്നു ഈ പാട്ട്. ഞാൻ കട്ട് ചെയ്തിട്ട് 40 മിനിറ്റ്സ് അങ്ങനെ ആക്കി വിട്ടതാണ്. അതിങ്ങനെ പാടി നോക്കുമ്പോൾ തന്നെ അർജന്റീന ചെയ്തില്ല. അല്ല, ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ആ സോങ്ങിന് ഞങ്ങൾക്ക് അത് പറ്റുമെന്ന് നല്ല സൂട്ട് വന്നു. അപ്പം പിന്നെ ഞാൻ ടേക്ക് എടുക്കാനൊന്നും പോയിട്ടില്ല. ഓ, അത് ശരി. വേറെ ഏതെങ്കിലും ടീമിന്റെ പാട്ട് ഉണ്ടാക്കിയിരുന്നോ? പോർച്ചുഗലിന്റെ പാട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്രസീലിന്റെ ഉണ്ടായിരുന്നു, പോർച്ചുഗലിന്റെ ഉണ്ടായിരുന്നു, പിന്നെ ഫ്രാൻസിന്റെ ഉണ്ടായിരുന്നു, ഒരു പാട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ അതൊക്കെ ഇങ്ങനെ ഹിറ്റായി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ബ്രസീലിന്റെ പാട്ട് ഒന്നും കൂടെ ഹിറ്റാക്കണ്ടേ? തീർച്ചയായും വേണം. ബ്രസീലിന്റെ പാട്ടൊന്ന് പാടിത്തരും ആദ്യം. നമുക്ക് അർജന്റീനയുടെ പാട്ടിലേക്ക് പോകും മുൻപ് ബ്രസീലിന്റെ പാട്ടൊന്ന് പാടിത്തരുമോ? കാരണം ബ്രസീൽ ഫാൻസ് ഒക്കെ ആകെ നിരാശപ്പെട്ടിരിക്കുകയാണ്. പാടും. ബ്രസീല് 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 നെയ്മറ് 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 അങ്ങോട്ട് പോകുന്നു, നെയ്മറ് നെയ്മറ് ഇങ്ങോട്ട് ചാടുന്നു, നെയ്മറ് നെയ്മറ് ബ്രസീല് 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 ബ്രസീല്. നെയ്മർ പാവം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചാടാൻ പറ്റാതെ പോയി. എന്തായാലും പാട്ട് കൊള്ളാം. ഫ്രാൻസിന്റെ പാട്ട് എന്തായിരുന്നു? ഏത് പാട്ടിന്റെ പാരഡി ആയിരുന്നു?
ആ കേൾക്കണോ പ്രിയ കൂട്ടുകാരൻ്റെ ഫ്രണ്ട്സിൻ്റെ ആ ഒന്ന് പാടാമോ ബുദ്ധിമുട്ടില്ലെങ്കിൽ? പ്രിയ കൂട്ടുകാരൻ കേൾക്കണോ പ്രിയ കൂട്ടരെ, എംബപ്പൻ സൂപ്പറാണ്, എംബപ്പൻ സൂപ്പറാണ്. കേൾക്കണോ പ്രിയ കൂട്ടരെ, ഫ്രാൻസാണ് സൂപ്പറാണ്, എംബപ്പൻ സൂപ്പറാണ്. കപ്പ് കപ്പ് വേൾഡ് കപ്പ് 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 സ്വർണ്ണ കപ്പ് 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 ഫിഫ കപ്പ്, എംബപ്പൻ സൂപ്പറാണ്, ഫ്രാൻസാണ് സൂപ്പറാണ്. അതാണ്. പിന്നെ അടിപൊളി. സൂപ്പറാണ്. അപ്പൊ ഇന്ന് ആര് ജയിക്കുന്ന വിചാരിക്കണേ മനോജേട്ടാ? ആരായിരിക്കും കപ്പടിക്കുക? ഇന്ന് 500% അർജന്റീന. അപ്പൊ ആ പാട്ട് നമുക്ക് അഡ്വാൻസ് ആയി ഒന്നുകൂടി പാട്ട് പാടി. 100% ഒന്നുമല്ല, 500%. ഓ അതെ അതെ. അപ്പൊ അർജന്റീനയ്ക്ക് വേണ്ടി, മെസ്സിക്ക് വേണ്ടി ആ ജയിച്ച പാട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ജയിക്കാനുള്ള പാട്ട് ഉണ്ടാക്കിയോ? ഓഹോ, ഒന്നുകൂടി അത് ജയിച്ചിട്ടാണോ പാടുന്നത് അതോ ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ? ജയിച്ചിട്ടാണോ പാടുന്നത് അതോ ഇപ്പൊ പാടുന്നുണ്ടോ? ഇപ്പൊ ഞാൻ മുന്നേ കഴിഞ്ഞ സ്വിറ്റ്സർലാൻഡ് മത്സരത്തിന്, ഇംഗ്ലണ്ട് മത്സരത്തിനെല്ലാം മുന്നേ ജയിക്കുന്നതാട്ടി മുമ്പ് തന്നെ പാട്ട് ഉണ്ടാക്കി പാടി കഴിഞ്ഞു. ജയിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെ പാട്ട് ഉണ്ടാക്കി പാടിയതാണ് സ്വിറ്റ്സർലാൻഡ് ഇംഗ്ലണ്ടിനെല്ലാം. ആ ഇതിപ്പോ വേൾഡ് കപ്പ് രണ്ടാമത് കിട്ടുമെന്ന് പറഞ്ഞു ആദ്യം പാട്ടുണ്ടാക്കിയോ? ഇപ്പൊ പാടാമോ അത്? എക്സ്ക്ലൂസീവ് ആയിട്ട്. അതെ, നമ്മള് ആദ്യം അർജന്റീന പാടാനാ. പാടൂ. അർജന്റീന പാടാം. അർജന്റീന പാടൂ. അർജന്റീന 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 വേൾഡ് കപ്പ് അർജന്റീന അർജന്റീന ഡീന 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 മെസ്സി 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 അർജന്റീന 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 വേൾഡ് കപ്പ് അർജന്റീന അർജന്റീന ഡീന 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 മെസ്സി 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 മെസ്സി. ഓക്കെ, താങ്ക് യു മനോജേട്ടാ. അപ്പോ മനോജേട്ടന്റെ ആഗ്രഹം നടക്കട്ടെ, നമുക്ക് വീണ്ടും കാണാം, വീണ്ടും പാട്ടുകളുമായി ചേരുക. ഇന്റർനാഷണൽ ജയിച്ച പാട്ട് പാടാൻ വേറെയാണ്. ജയിച്ച പാട്ട് പാടൂ. അത് വേറെ. തൂക്കിയേ തൂക്കിയേ സ്വർണ്ണ കപ്പ് തൂക്കിയേ 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 സ്വർണ്ണ കപ്പ് തൂക്കിയേ സ്വർണ്ണ കപ്പ് തൂക്കിയത് ആരാണെന്ന് അറിയാമോ? അർജന്റീന 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 തൂക്കിയത്. തൂക്കിയേ തൂക്കിയേ സ്വർണ്ണ കപ്പ് തൂക്കിയേ. ഓ സൂപ്പർ. അപ്പൊ താങ്ക് യു മനോജേട്ടാ, വീണ്ടും കാണാം. സ്വർണ്ണ കപ്പ് മെസ്സി തൂക്കിയാൽ വീണ്ടും നമുക്ക് വിളിക്കാം. എല്ലാവരോടും നന്ദി അറിയിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും കൊള്ളാല്ലേ, ആ പാട്ട് കൊള്ളാം. അപ്പോൾ അർജന്റീന കപ്പ് അടിക്കുകയാണെങ്കിൽ ഈ പാട്ടായിരിക്കും